ഹായ് ഹലോ നമസ്കാരം, അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്താ പറയാ, ബിഗ് ബോസ് മലയാളം ഇപ്പം 31-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ രാവിലെ തന്നെ പല പല പ്രശ്നങ്ങളിലൂടെയൊക്കെ തന്നെയാണ് വീട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത്, ആഹ് കഴിഞ്ഞ ദിവസമൊക്കെ അപ്പാനി ശരത്തും അക്ബറും ഗ്യാങ് ഉണ്ടല്ലോ, ഒരു ഗ്യാങ് വളരെ എന്താ പറയാ, സീരിയസ് ആയി ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു കാര്യമാണ് അനുമോൾക്ക് ഇനി കണ്ടന്റ് കൊടുക്കരുത്, അനുമോളെ നമുക്ക് അവോയ്ഡ് ചെയ്യണം, അവൾക്ക് കൂടുതലായി കണ്ടന്റ് ഉണ്ടാക്കാനുള്ള അവസരം കൊടുക്കരുത് എന്നൊക്കെ വലിയ രീതിയിൽ ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനമൊക്കെ എടുത്തതാട്ടോ. പക്ഷെ ഇന്ന് രാവിലെ വൈൽഡ് കാർഡിന് ഒരു പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു. പണിപ്പുര ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവര് വിജയിക്കുന്നുണ്ട്. വിജയിച്ചതിന്റെ ഫലമായിട്ട് അവരെടുത്തിരിക്കുന്ന ഡ്രസ്സുകളുടെ പാക്കറ്റിൽ ചെറിയ പണിയാണ് കേട്ടോ, കൂടുതൽ ചെറിയ ബോംബ്, സ്മോൾ പണി എന്നുള്ള പറയുന്ന ബോംബാണ് കൂടുതൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസിന് ചെറിയ പണിയാണ് കൊടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബോളില് ചിട്ടെടുക്കുമ്പോൾ അതിന് ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് മിണ്ടാതിരിക്കുക എന്നുള്ള പറയുന്ന ഒരു ടാസ്ക് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അത് ആരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വൈൽഡ് കാർഡ്സ് ആയിട്ട് വന്നിട്ടുള്ള അവർ തിരഞ്ഞെടുക്കുന്നത് നവീനെയാണ് കേട്ടോ, നവീനെ. പിന്നെ സ്വാഭാവികമായിട്ടും ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന ആ ടാസ്കിലൂടെ ഒരു തെരഞ്ഞെടുത്ത ജിസൈൽ ആൻഡ് അനുമോൾ, ഇവരിൽ രണ്ടുപേരിൽ ഒരാൾ കൂടി ഇതേ ടാസ്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ജിസൈലിനാണോ അനുമോളിനാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവര് തെരഞ്ഞെടുക്കുന്ന അനുമോളെയാണ് കേട്ടോ. അപ്പം ഇന്നലെ കണ്ടന്റ് കൊടുക്കില്ല, അല്ലെങ്കിൽ കണ്ടന്റേ കൊടുക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് തീരുമാനിച്ച ടീംസ് തെറ്റിപ്പോയി. ഇന്ന് ഫുള്ള് അനുമോളുടെ കണ്ടന്റ് ആയിരുന്നു മെയിനായിട്ട്. കണ്ടന്റ് കൊടുക്കില്ല, നമ്മൾ അവസരം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ അപ്പാനി ശരത്ത് അനുമോളുടെ പുറകെ ഒരു പട്ടിയെ പോലെ ഓടി നടക്കുന്നതാണ് കേട്ടോ കാണുന്നത്. എന്താ പറയാ, വളരെ രസമുള്ള ഒരു കാര്യമായിരുന്നു. സഹതാപം തോന്നുന്നു കേട്ടോ അപ്പാനി ശരത്തിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പാനി ശരത്തിന്റെ ചില എന്താ പറയാ നാടകീയമായിട്ടുള്ള പ്രവർത്തികളൊക്കെ കാണുമ്പോൾ ശരിക്കും സഹതാപം തോന്നുന്നുണ്ട്. വലിയ പുള്ളിയാണ്, മഹാനടനാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിരുന്ന അപ്പാനി ശരത്തിന്റെയൊക്കെ കിളി പോയിരിക്കുകയാണ് കേട്ടോ. വേറൊന്നല്ല, വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനുമോൾക്കാണ് പുറത്ത് കൂടുതൽ പ്രേക്ഷകരുടെ പിന്തുണയുള്ളത് എന്നൊക്കെ ആരൊക്കെയോ വൈൽഡ് കാർഡ്സ് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് മുതൽ അപ്പാനി ശരത്ത്, ഷാനവാസ്, അതുപോലെ അക്ബർ, ബിന്നി, ഇവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കാൻ കേട്ടോ. എങ്ങനെയെങ്കിലും അനുമോളെ ഏതെങ്കിലും തരത്തിൽ തരം താഴ്ത്താനായിട്ട് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ബിന്നിയെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ, ബിന്നി കുത്തിത്തിരിപ്പിന്റെ രാജകുമാരി എന്നൊക്കെ പറയുന്ന പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഗ്യാങ്ങിൽ നിന്നുള്ള ആൾക്കാർ തന്നെ അതിനെ ശരിക്കും അടിവാരയിടുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ്, അല്ലെങ്കിൽ സംസാരമാണ് ബിന്നിയുടെ ഭാഗത്തുനിന്ന് വരുന്ന കേട്ടോ. വേറെ ഒന്നുമല്ല, അനുമോളിനെയും ആര്യനെയും ചേർത്ത്, അല്ലെങ്കിൽ അനുമോൾ ആര്യനുമായിട്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് ആലോചന ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാമായിരുന്നു. അത് നീ അങ്ങ് സമ്മതിച്ചു തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ബിന്നിയുടെ ആവശ്യമാണ് കേട്ടോ, അനുമോളുടെ അടുത്തുള്ള ബിന്നിയുടെ ഒരേ ഒരു ആവശ്യമാണ്, അത് നീ അങ്ങ് സമ്മതിച്ചു തരണം. നീ ആര്യനുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് ആലോചന ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് രണ്ടുപേരും, ആര്യനും അനുമോളും കൂടിയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സമ്മതിച്ചു കൊടുത്താൽ ബിന്നി ഹാപ്പിയാണ് കേട്ടോ. സത്യത്തില് ബിന്നിയുടെ ഒക്കെ നില ഭയങ്കര പരിതാപകരമാണ്. വോട്ടിംഗ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. അവസാന ഒരു 2-3 പേരിലേക്കൊക്കെ ഒതുങ്ങി വന്നിട്ടുണ്ട്. ഈ ആഴ്ചത്തെ എലിമിനേഷൻ, അല്ലെങ്കിൽ വീക്ക്ലി ഉള്ള എലിമിനേഷൻ വരുവാണെങ്കിൽ ഒരു 3 പേരൊക്കെ ഔട്ടായി പോവുകയാണെങ്കിൽ അതിൽ ഒരാൾ ബിന്നി ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ വെപ്രാളം പിടിച്ചിരിക്കുകയാണ് ബിന്നിയൊക്കെ. മിണ്ടാതിരിക്കുന്ന നവീനും അനുമോളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് ആണ്. അനുമോള് അത് വളരെ നന്നായിട്ട് ചെയ്തു എന്ന് വേണേൽ പറയട്ടെ. കാരണം ഒരിടത്തും സംസാരിക്കുന്നില്ല, ഒരിടത്തും റൂള് തെറ്റിക്കുന്ന തരത്തില് എവിടെ ചെറിയ ഒരു പ്രാവശ്യം എങ്ങാണ്ട് ശബ്ദം വന്നു എന്നല്ലാതെ ബാക്കിയുള്ള സമയത്ത് ഇത്രയും ഇറിറ്റേഷൻ, അതായത് അപ്പാനി ശരത്ത് അവനെയൊക്കെ പറയേണ്ടത് വേറെ എന്തൊക്കെയാണ്, അമ്മാതിരി പരിപാടി അവനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് എന്താ പറയാ, ഒരു തേർഡ് റേറ്റ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം അതിനകത്ത് ഒരാൾക്ക്, ഒരു മനുഷ്യപ്പറ്റുള്ള ഒരാളെ കാണാൻ സാധിച്ചു കേട്ടോ. അതായത് ആ വീടിനകത്ത് വേറെ ആർക്കും ഈ അപ്പാനി ശരത്ത് ഇങ്ങനെ അനുമോളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന
ഇറിറ്റേറ്റ് ചെയ്യുന്നത് വേറെ ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും അത് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യത്വമുള്ള ഒരാള് അവിടെ പ്രതികരിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ അനീഷാണ് കേട്ടോ. അനീഷിന് മാത്രമാണ് അനുമോളോട് ചെറുതായിട്ടെങ്കിലും ഒരു സഹതാപം തോന്നി പ്രതികരിക്കുന്നത്. അപ്പാനി ശരത്തിനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മിണ്ടാതിരിക്കുന്ന ഒരാൾക്ക് പണിഷ്മെന്റ് കിട്ടി, മിണ്ടാതിരിക്കുന്ന ഒരാളോട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തെറ്റാണ് ശരത്തെ നീ ചെയ്യുന്നത് എന്ന് ഒരു 100 വട്ടം ശരത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ശരത്ത് ചെറുതായിട്ടൊന്ന് പുറകോട്ട് വരുന്നത് കേട്ടോ. ശരത്ത് അനീഷിനെയും നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. ഒരു മര്യാദയില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റമാണ് ശരത്തിന്റെ ഭാഗത്തുനിന്ന്. ഫസ്റ്റ് വീക്ക് മുതലേ ഇങ്ങനെയാണ്, ഇവനെയൊക്കെ പറഞ്ഞു വിടേണ്ട കാലം കഴിഞ്ഞോ പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മോശമായിട്ടുള്ള ഭാഷയിലാണ് ഇപ്പോഴും ശരത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരത്ത് അനീഷിനോട് പറയുന്നത് കൊപ്ര ആട്ടാൻ പോടാ എന്നൊക്കെയാണ് കേട്ടോ. അതായത് കാലത്ത് മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായിട്ട് അനീഷ് എന്ന് സ്വന്തം ജീവിതകഥ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ അനീഷിന്റെ ബാല്യവും എന്താ പറയാ പ്രൊഫഷണൽ ലൈഫും കൃഷിയും ഒക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ കുറെ സംസാരിച്ചിട്ടുണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് അനീഷ് പറയുന്നുണ്ടായിരുന്നു, അനീഷിന് കുറച്ച് വീട്ടിൽ സ്ട്രഗിളിങ് വന്ന സമയത്ത്, അച്ഛന് വയ്യാതെയൊക്കെ ഇരുന്ന സമയത്ത് വീട്ടില് പറമ്പിലുണ്ടായിരുന്ന തേങ്ങ കൊപ്രയാട്ടി വെളിച്ചെണ്ണയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ജീവിതം കഴിച്ച ഒരു ജീവിതകഥ അനീഷ് പറയുന്നുണ്ട് രാവിലെ. അതിൽ നിന്നാണ് നമ്മുടെ ശരത്ത് എടുത്തേക്കുന്നത് കേട്ടോ. നീ കൊപ്ര ആട്ടാൻ പോടാ എന്നൊക്കെയാണ് വിളിച്ചു പോകുന്നത്. ഇവൻ ഇവനോടൊക്കെ എന്ത് പറയാനാന്ന് പറയാ. ഒരു മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമല്ല അപ്പാനി ശരത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. ഇത്രയും തരം താഴാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരത്തിനെ കഴിയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രയും മോശം, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് അപ്പാനി ശരത്ത് ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറ്റുമെങ്കിൽ ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് ചെയ്യേണ്ട ഒരു കാര്യം ഈ ആഴ്ച അവനെ എടുത്ത് പുറത്ത് കളയുക എന്നുള്ളതാണ് കേട്ടോ. അവന്റെ അഹങ്കാരം അങ്ങ് തീരട്ടെ എന്ന് വേണം പറയാനായിട്ട്. അത്ര നമ്മൾ കാണുന്നവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനകത്തുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് എന്താ പറയാ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. എന്നാൽ മെയിൻ ആയിട്ട് നടന്നത് പിന്നെ വേറൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇന്നലെ എന്താ കിരീടം തൊപ്പിയായിട്ടുള്ള ഒരു ടാസ്ക് ഇന്നലത്തെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഇന്ന് സെക്കൻഡ് റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ആദ്യം തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല, ഇത് ബുദ്ധിപൂർവ്വം കളിക്കേണ്ട കളിയാണ്. നിങ്ങൾ ഇന്നലെയും ഞാൻ ഓർമ്മിപ്പിച്ചായിരുന്നു, ഇന്നും ഓർമ്മിപ്പിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും ഒന്നും കൂടണ്ട, ഓട്ട മത്സരമല്ല. ഇത് വളരെ രസകരമായിട്ട് തന്ത്രപൂർവ്വം ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് എന്നൊക്കെ മുൻകൂട്ടി വീണ്ടും 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 പറഞ്ഞിട്ടാണ് ടാസ്ക് തുടങ്ങുന്നത്. പക്ഷെ ടാസ്ക് തുടങ്ങിയ 5 മിനിറ്റിന്റെ ഉള്ളിൽ അവിടെ വെടിപ്പുക, അക്രമം, കൊലപാതകം വരെ എത്തുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് കേട്ടോ. ജിസേലിന്റെ കയ്യിൽ വലിയൊരു മുറിവുണ്ടാകുന്നുണ്ട്, സ്റ്റിച്ച് ഇടേണ്ടി വരുന്ന തരത്തിലുള്ള മുറിവുണ്ടാകുന്നുണ്ട് ജിസേലിന്റെ കയ്യില്. അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിന് അക്ബറിന്റെ ഷർട്ടൊക്കെ കീറി പോകുന്നുണ്ട്, വലിച്ചു കീറി അല്ലാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് വളരെ രസകരമായിട്ട് കുറേ സമയം കണ്ടന്റ് കൊടുക്കാൻ പറ്റിയ ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നല്ല നല്ല കോമഡിയും കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടാസ്ക് ആയിരുന്നു ഇത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിട്ട് എങ്ങനെയെങ്കിലും തൊപ്പി കയ്യിൽ കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ടാസ്ക് അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല കേട്ടോ. ടാസ്ക് തുടങ്ങി 5 മിനിറ്റിന്റെ ഉള്ളിൽ സംഭവം ക്ലിയർ. കണ്ടന്റും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ വെറുതെ കുറെ അടിപിടിയും ഇടിയും തൊഴിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 2 ടീമാണ് ഇന്ന് ഔട്ടായത്. ഒന്ന് നമ്മുടെ അക്ബറും ഷാനവാസും രേണുസുതി ക്യാപ്റ്റനായിട്ടുള്ള ടീമും, ജിസയിലും നമ്മുടെ അനുമോളും ഒക്കെ ശൈത്യം കൂടിയിട്ടുള്ള ടീം. അങ്ങനെ 2 ടീം ഇന്ന് പുറത്തായിട്ടുണ്ട്. ഇനി ബാക്കി ഒരു 4 ടീം കൂടി ഉണ്ട്. അത് നാളെ ആയിട്ട് അതിന്റെ കഥയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം 2 ടാസ്കും പെട്ടെന്ന് തീർന്നുണ്ട് ടാസ്ക് ഒക്കെ. ഉച്ചയ്ക്ക് ശേഷമൊന്നും പിന്നെ ലൈവിനകത്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുള്ള് അനുമോളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറെ അനുമോളുടെ പുറകിൽ പോയി ശല്യം ചെയ്യുന്ന പരിപാടികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഇവരുടെ വൈൽഡ് കാർഡ്സിന്റെ ഒരു കഥ പറയൽ ടാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ഒരു 10 മിനിറ്റ് സമയത്തിന്റെ ഉള്ളിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള 5 പേരില് 5 പേരും കഥ പറയണം. അതിൽ നിന്നും 2-3 ദിവസമായിട്ട് നടക്കുന്ന ടാസ്ക് ആണ്. അതിൽ നിന്നും അവസാനം ഒരാളെ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് നെക്സ്റ്റ് വീക്കിൽ നോമിനേഷൻ ഫ്രീ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഡയറക്റ്റ് എവിക്ഷൻ ലിസ്റ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ
വളരെ നല്ലൊരു ടാസ്ക് ആണ്. ആരും പറഞ്ഞ കഥയൊന്നും വലിയ രസമുള്ളതായിട്ട് തോന്നിയില്ല. കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത് മസ്താനിയുടെ ആണ് കേട്ടോ. കുറച്ചുകൂടി സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഒരു സസ്പെൻസ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞു നിർത്തിയിട്ടുണ്ട് മസ്താനി. അപ്പം മിക്കവാറും മസ്താനിക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടുമെന്നാണ് തോന്നുന്നത്. അറിയില്ല ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാ കളി വരുന്നതെന്ന് അറിയില്ല. എല്ലാ ദിവസത്തെയും പോലെ ജിസയിലും അനുമോളും ജയിലിലേക്ക് പോകുന്നുണ്ട് ഇന്നും. ജയിലില് ഈ ഒന്നാമത്തെ ദിവസം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ തന്നെ ആവർത്തിച്ച് അവർ വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ജിസേലിനെ സംബന്ധിച്ചിട്ട് അനുമോളെ കൊണ്ട് ഇത് പറഞ്ഞ കാര്യം തിരുത്തി പറയിപ്പിക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ് ജിസേൽ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ യാതൊരു കാരണവശാലും അനുമോള് പറഞ്ഞതിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നുള്ളൊരു നിലപാടിലാണ് കേട്ടോ. പിന്നെ ആദ്യം ദിവസം മുതൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കോഫി പൗഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ പറഞ്ഞു തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഈ ആഴ്ച ഫുള്ള് ജയിലിൽ കിടന്നാൽ അത് തുടരും എന്ന് തന്നെയാണ്. ഒരു കാരണവശാലും അനുമോളും ജിസയിലും തമ്മിൽ യോജിക്കാൻ പോകുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്ക് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു അമ്പിനും വില്ലിനും അടുക്കത്തില്ല എന്നൊക്കെ പറയുന്ന പോലെ ജിസേൽ പറയുന്നതിനോട് അനുമോള് യോജിക്കുന്നില്ല, അനുമോള് പറയുന്നതിനോട് ജിസേൽ യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വിട്ടുകളയുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അവരവരുടെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കാന്നാണ്. അതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഇന്നത്തെ കണ്ടന്റുകൾ കേട്ടോ. അപ്പം നാളത്തെ ദിവസം എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും ഈ കിരീടത്തിന്റെ ടാസ്ക്, അതായത് ക്യാപ്പ് ടാസ്ക് തുടരുന്നതായിരിക്കും. നാളെ ആർക്കൊക്കെയാണ് അപകടം പറ്റുന്നത്, ആർക്കൊക്കെയാണ് കൈ മുറിയുന്നത്, കാല് മുറിയുന്നത് ഒന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നാളത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ വരാം. സൈനിങ് ഓഫ് അനിരുദ്ധ്.